നമസ്കാരം. നമ്മൾ പ്രൈമറി സ്കൂൾ തൊട്ട് പഠിച്ചു വരുന്ന ഒന്നാണ് ഓരോ 10 വർഷം കൂടുമ്പോൾ ഇന്ത്യയിൽ സെൻസസ് അഥവാ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നുവെന്ന്. കഴിഞ്ഞ സെൻസസ് നടന്നത് 2011 അതിനുശേഷം 10 വർഷം തികഞ്ഞത് 2021 അന്ന് പക്ഷേ കോവിഡും തുടർന്നു വന്ന തെരഞ്ഞെടുപ്പുകളും കാരണം സെൻസസ് നടന്നിരുന്നില്ല. അതുകൊണ്ടാണ് 15 വർഷങ്ങൾക്കു ശേഷം 2026 സെൻസസ് നടക്കുന്നത്. ഇന്ത്യയിൽ 2026 ഏപ്രിൽ 1 സെൻസസ് ആരംഭിച്ചുവെങ്കിലും കേരളത്തിൽ ജൂൺ 16 സെൻസസ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 2026 ആരംഭിച്ചെങ്കിലും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയതിനാലാണ് ഇതിനെ സെൻസസ് 2027 എന്ന് വിളിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറേ അധികം മാറ്റങ്ങൾ ഈ സെൻസസ് പ്രവർത്തനത്തിന് ഉണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും സെൻസസ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നും ഇതിൽ സർക്കാർ ജീവനക്കാരുടെ പങ്ക് എന്താണെന്നുമൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ സെൻസസിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഈ സെൻസസ് പൂർണ്ണമായും ഡിജിറ്റൽ ആണെന്നതാണ്. അതായത് പേപ്പറും പേനയും ഉപയോഗിക്കാതെ മൊബൈൽ ഫോൺ, ടാബുകൾ, മൊബൈൽ ആപ്പുകൾ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഈ പ്രവൃത്തികൾ നടത്തുന്നത്. അങ്ങനെയാണ് ഇത് ഡിജിറ്റൽ സെൻസസ് 2027 മാറുന്നത്. എന്താണ് ഡിജിറ്റൽ സെൻസസിന് മുൻ സെൻസസുകളേക്കാൾ ഉള്ള നേട്ടങ്ങൾ? ഒന്നാമതായി വിവരശേഖരണം വളരെ എളുപ്പം നടക്കുമെന്നതാണ്. 33 തരം വിവരങ്ങളാണ് ഈ സെൻസസിൻ്റെ ആദ്യഘട്ടത്തിൽ ശേഖരിക്കപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് വീഡിയോയ്ക്കിടയിൽ പറയാം. രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് തെറ്റുപറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. മൂന്നാമതായി ഈ ശേഖരിക്കുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ കേന്ദ്ര സെർവറിലേക്ക് എത്തുകയും ചെയ്യും. ഈ ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ സുരക്ഷിതമായിരിക്കുമോ എന്ന കാര്യത്തിലുള്ള ഒരു ആശങ്ക പലരും പങ്കുവച്ച് കേൾക്കാറുണ്ട്. എന്നാൽ വ്യക്തിഗത വിവരങ്ങൾ വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കുമെന്ന് സെൻസസ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അവ പൊതുജനങ്ങൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ കൈമാറില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഡേറ്റ എക്സ്ചേഞ്ചിൻ്റെ അനന്തമായ ബിസിനസ് സാധ്യതകളെപ്പറ്റി ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടാണ് അവരുടെ മനസ്സിലും ഇത്തരമൊരു സംശയം ഉയരുന്നത്. എന്ന് വിചാരിച്ച് നമ്മൾ നൽകേണ്ട വിവരങ്ങൾ നൽകാതിരുന്നാൽ 1948 സെൻസസ് ആക്ട് പ്രകാരം പിഴയും തടവും വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. അതുകൊണ്ട് തന്നെ സെൻസസ് കമ്മീഷന്റെ വാക്കുകളെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് നമ്മുടെ വിവരങ്ങൾ സമർപ്പിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇനി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഈ രീതിയിൽ ഒരാൾ അയാളുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകുന്നതിൽ നിന്നും തടയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ജോലി കൃത്യമായി നിർവഹിക്കാതിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി തന്നെ എടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. ആദ്യഘട്ടം സെൽഫ് എന്യൂമറേഷൻ അഥവാ സ്വയം വിവരങ്ങൾ നൽകുക എന്നുള്ള ഒരു ഘട്ടമാണ്. അത് ഈ വരുന്ന ജൂൺ 16 ആരംഭിച്ച് 30 അവസാനിക്കും. ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ പങ്കില്ല. ഓരോ കുടുംബനാഥനും സെൻസസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി തങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ നൽകുകയാണ് ചെയ്യേണ്ടത്. അവിടെ 33 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് മറുപടി നൽകുക എന്നത് ഓരോ കുടുംബനാഥന്റെയും ചുമതലയാണ്. അതിനായി എന്ത് ചെയ്യണമെന്നാണ് ആദ്യം ഇവിടെ പറയാൻ പോകുന്നത്. അതിനായി ഗൂഗിളിൽ നമുക്ക് censusindia.gov.in എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്ക് എത്തും. ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് ലിങ്ക് സെൻസസ് ഓഫ് ഇന്ത്യ എന്നുള്ള ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് സെൻസസ് കമ്മീഷൻ്റെ ഹോം പേജ്. ഇവിടെ ലാംഗ്വേജ് ഇപ്പോൾ ഹിന്ദിയിലാണത് കാണുന്നത്. അത് മാറ്റി ഇംഗ്ലീഷിലേക്ക് ആക്കുന്നതിന് വേണ്ടി ഇവിടെ ഹിന്ദി എന്നുള്ളത് മാറ്റി ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഇനി താഴേക്ക് വരിക. ഇവിടെ സെൽഫ് എന്യൂമറേഷനാണ് ആദ്യം തന്നെ കാണുന്ന ലിങ്ക്. ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ താഴെ ഇവിടെ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ള ഈ ബോക്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. സെൽഫ് എന്യൂമറേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വന്തം വിവരങ്ങൾ, ഓരോ കുടുംബനാഥനും നൽകേണ്ട വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദ ലിങ്ക് വിൽ ടേക്ക് യു ടു ആൻ എക്സ്റ്റേണൽ വെബ്സൈറ്റ്, മറ്റൊരു വെബ്സൈറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ഓക്കെ കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആദ്യം നടത്താൻ പോകുന്നത്. ഇവിടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കേരളത്തിൽ ഇതുവരെയും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കേരളത്തിൽ നമുക്ക് ചെയ്യാനിപ്പോൾ കഴിയില്ല. അഥവാ നിങ്ങൾ കേരളമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. കേരളം സെലക്ട് ചെയ്തു. ഇവിടെ ഈ ക്യാപ്ഷ കൊടുക്കുക. കൃത്യമായി കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ സ്മോൾ ലെറ്റേഴ്സ് സ്മോളായും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ക്യാപിറ്റലായും കൊടുക്കുക. ഈ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇത് കറക്റ്റായി കൊടുക്കുക. എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ
ഇവിടെ നമുക്ക് റിഫ്രഷ് ചെയ്യാൻ കഴിയും. എന്തായാലും എനിക്കിത് സംശയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പറയുന്നു താങ്ക് യു ഫോർ യുവർ ഇൻട്രസ്റ്റ് ഇൻ സെൽഫ് എന്യൂമറേഷൻ. ദ സെൽഫ് എന്യൂമറേഷൻ പീരീഡ് ഇൻ കേരള ഈസ് ഫ്രം 16/6/26 to 30/6/26. കൈൻഡ്ലി വിസിറ്റ് ദിസ് വെബ് പോർട്ടൽ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് എന്നാണ്. ഈ പീരീഡിൽ മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ കേരളത്തിലുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ഞാനിപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യാണ്. ഹിമാചൽ പ്രദേശിലാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഹിമാചൽ പ്രദേശിൽ ഇത് ആക്റ്റീവാണ്. ഇപ്പോൾ ഞാൻ ആ ഹിമാചൽ പ്രദേശ് സെലക്ട് ചെയ്യുന്നു. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപ്ച എൻ്റർ ചെയ്യുകയാണ്. ക്യാപ്ച എൻ്റർ ചെയ്തു, വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുക്കുന്നു. അപ്പോൾ പറയുന്നു വെൽക്കം ടു സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ. ഓക്കെ. സ്റ്റേറ്റ് അടുത്തായി നമ്മുടെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പറയുന്നു പ്ലീസ് എൻ്റർ ദ നെയിം ഓഫ് ദ ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ് കറക്റ്റ്ലി. അപ്പോൾ കുടുംബനാഥൻ്റെ പേരാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഒരിക്കൽ എൻ്റർ ചെയ്ത പേര് പിന്നീട് മാറ്റാൻ കഴിയില്ലെന്നും അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇമെയിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാനിവിടെ വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും. ഇവിടെ പ്ലീസ് സെലക്ട് ലാംഗ്വേജ് എന്നാണ്. 16 ഭാഷകളിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെയർ തന്നിട്ടുണ്ട്. ഈ ചോദ്യാവലി 16 ഭാഷകളിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ നമുക്ക് മലയാളമായതുകൊണ്ട് നമ്മൾ മലയാളം സെലക്ട് ചെയ്യുകയാണ്. OTP, നമ്മുടെ മൊബൈലിലേക്ക് വന്ന OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. OTP വെരിഫൈ ചെയ്യുന്നു. ഇവിടെ ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. തങ്ങളുടെ SCID, അതായത് നമ്മൾ ഈ എന്യൂമറേഷൻ നടത്തി കഴിയുമ്പോൾ, സെൽഫ് എന്യൂമറേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്കൊരു ID നമ്പർ കിട്ടും. ആ നമ്പർ നമ്മുടെ എന്യൂമറേറ്റർ, നമ്മുടെ വീട്ടിലെത്തുന്ന ഉദ്യോഗസ്ഥന് നൽകണം എന്നാണ് പറയുന്നത്. ഈ ഉദ്യോഗസ്ഥൻ ഈ നമ്പർ വെച്ചാണ് രണ്ടാം ഘട്ടം ചെയ്യുന്നത്. അത് നമുക്ക് അപ്പോൾ പരിശോധിക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ നൽകുന്നത്. ഒന്ന്, സ്ഥല സൂചനാ വിവരങ്ങൾ നൽകണം. സെൻസസ് വീടിൻ്റെ വിശദാംശങ്ങൾ നൽകണം. കുടുംബത്തിൻ്റെ വിവരങ്ങൾ, സൗകര്യങ്ങൾ, ആസ്തികൾ. അതിനുശേഷം ഇതിൻ്റെ പ്രിവ്യൂ കണ്ടതിന് ശേഷം ഇതിനെ കൺഫേം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം സ്ഥല സൂചനാ വിവരങ്ങളാണ്. നമ്മൾ ഏത് സ്റ്റേറ്റാണ്, ഏത് ഡിസ്ട്രിക്റ്റാണ്, നമ്മുടെ പിൻകോഡ് ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഇവിടെ നമ്മുടെ വില്ലേജ് നമ്മൾ ഏതാണ്, നമ്മളെല്ലാം നമ്മുടെ വീടിരിക്കുന്ന കൃത്യമായ സ്ഥലം ഏതാണെന്ന് ഈ മാപ്പ് നോക്കിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമുക്കത് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയും. ഞാനിവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ, കേരളത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ ഞാനൊരു സൂചനയ്ക്ക് വേണ്ടി ഒരു സ്ഥലം ഇതിനകത്ത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും എല്ലാം ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സേവ് ചെയ്തതിന് ശേഷം അടുത്തത് എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. വേണ്ട, വേണം എന്നുള്ളിടത്ത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കേണ്ടത് സെൻസസ് വീടിൻ്റെ വിശദാംശങ്ങളാണ്. അപ്പോൾ റോഡിൽ നിന്നോ പൊതുമുറ്റം, ഗോവണി എന്നിവയിൽ നിന്നോ പ്രത്യേക പ്രധാന പ്രവേശന മാർഗമുള്ളതിനാൽ ഒരു യൂണിറ്റായി ഉപയോഗിക്കുന്നതോ പരിഗണിക്കുന്നതോ ആയ കെട്ടിടമോ കെട്ടിടത്തിൻ്റെ ഭാഗമോ ആണ് ഒരു സെൻസസ് വീടെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെൻസസ് വീടിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ നൽകുകയാണ്. ഇവിടെ ആദ്യത്തെ ചോദ്യം, 33 ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ചോദ്യം സെൻസസ് വീടിൻ്റെ നിലത്തിന് ഉപയോഗിച്ച പ്രധാന സാമഗ്രി. തറ എന്താണ്? കോൺക്രീറ്റ് തറയാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് സെലക്ട് ചെയ്തു. സെൻസസ് വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി. ഇപ്പോൾ കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റ് കൊടുക്കുക, ഓടാണെങ്കിൽ ഓട് കൊടുക്കുക. വീടിൻ്റെ അവസ്ഥ, നല്ലത്, താമസിക്കാവുന്നത്, ജീർണിച്ചത്, നമുക്ക് നല്ലതെന്ന് കൊടുക്കാം. ഇനി നമുക്ക് സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോവുക. ഇനി പുറകോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, നേരത്തെ കൊടുത്തതിൽ എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തിരുത്തുന്നതിന് വേണ്ടി പുറകോട്ട് പോകാം. എന്തായാലും സബ്മിറ്റ് ചെയ്യുന്നവരെ നമുക്ക് പുറകോട്ടും മുന്നിലേക്കും പോകാൻ കഴിയും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രമേ സമയം ഉണ്ടാവുകയുള്ളൂ. ആ സമയത്തിനകത്ത് വെച്ച് നമ്മളത് ഫില്ല് ചെയ്ത് തീർത്തിരിക്കണം. അടുത്തതിലേക്ക് പോവുകയാണ്. ഇവിടെ സ്ഥിരീകരണമാണ്. തുടരണമെന്ന് താങ്കൾക്ക് ഉറപ്പാണോ? വേണം, കൊടുത്തു. അടുത്ത പേജ്, കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ ആകെ എണ്ണം എത്ര കൊടുക്കുന്നു. കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ നാഥയുടെ പേര് കൊടുക്കുന്നു. അത് നമ്മൾ നേരത്തെ ഓൾറെഡി കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാകും. അടുത്തത് ഭാഷയാണ്. ലിംഗഭേദം, ആണ്, പെണ്ണ്, ട്രാൻസ്ജെൻഡർ. അതുപോലെ തന്നെ പട്ടികജാതിയോ പട്ടികവർഗമാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഈ വീടിൻ്റെ ഉടമസ്ഥത ആർക്കാണ്, ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്ത് ഓരോന്നും സേവ് ചെയ്ത് അങ്ങനെ 33 ചോദ്യങ്ങളും സേവ് ചെയ്തതിന് ശേഷം അവസാനം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ മൊബൈലിലേക്ക് ഒരു എന്യൂമറേഷൻ ID, SCID വരും. ആ SCID നമ്മൾ എഴുതി വച്ചിരിക്കുക, അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിൽ ആ മെസ്സേജ് ഉണ്ടാകും. ആ മെസ്സേജ് ജൂലൈ 1 ശേഷം നമ്മുടെ വീട്ടിലെത്തിച്ചേരുന്ന ഉദ്യോഗസ്ഥരുടെ കൈവശം ഏൽപ്പിക്കുക. അവരായിരിക്കും അതിൻ്റെ രണ്ടാം ഘട്ടം ചെയ്യുന്നത്. അപ്പോൾ സാധാരണ പബ്ലിക്കിന് ചെയ്യാനുള്ളത് ഇത്രയും മാത്രമാണ്. ഈ ഒരു 33 ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ഇത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലുള്ള ആ ആപ്പിൽ കാണാൻ കഴിയും.
അത് അദ്ദേഹം എടുക്കുന്നതിന് വേണ്ടി ഈ തന്നിരിക്കുന്ന SEID സെൽഫ് എന്യൂമറേഷൻ ID ഉണ്ട്. ആ ID എൻ്റർ ചെയ്യുമ്പോൾ ഇദ്ദേഹം തന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം അതിൽ കാണും. അത് കറക്റ്റാണോ എന്നുള്ളത് പരിശോധിക്കുകയാണ് ഉദ്യോഗസ്ഥൻ്റെ ആദ്യ ജോലി. അപ്പോൾ അത് നമുക്ക് രണ്ടാം ഘട്ടമാണ്. രണ്ടാം ഘട്ടം നമുക്ക് ഇനി നോക്കാം. അപ്പോൾ ഒന്നാം ഘട്ടം ഈ ജൂൺ 30 അവസാനിക്കും. ജൂൺ 16 കേരളത്തിൻ്റെ സെൽഫ് എന്യൂമറേഷൻ പ്രോസസ്സ് ആരംഭിച്ചു കഴിയും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഇടാം, വിശദമായൊരു വീഡിയോ തന്നെ, എങ്ങനെയാണ് ഓരോരുത്തരും അവരവരുടെ സെൽഫ് എന്യൂമറേഷൻ നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ, അത് മൊബൈലിൽ എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ PC-യിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ട് ഒരു വീഡിയോ ഉടൻ തന്നെ വർക്കിംഗ് ക്ലാസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം. അവിടെയാണ് ഉദ്യോഗസ്ഥരുടെ ജോലികൾ ആരംഭിക്കുന്നത്. സെൻസസ് കമ്മീഷൻ പുറത്തിറക്കിയ ഒരു പ്രത്യേക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ടാബ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഇതുമായാണ് ഉദ്യോഗസ്ഥർ ഓരോ വീടുകളിലും എത്തേണ്ടത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലി പൂർത്തീകരിക്കേണ്ടത്. ഇതിൽ ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് എന്നതാണ് ആദ്യ ഘട്ടം. 6 മാസത്തോളം സമയമെടുത്താണ് ഇത് പൂർത്തീകരിക്കേണ്ടത്. ഇപ്പോൾ ജൂലൈയിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 31 ഈ ആദ്യഘട്ടം അവസാനിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ ഒരു വീട്ടിലെത്തുമ്പോൾ അവിടുത്തെ ഗൃഹനാഥൻ നൽകുന്ന SEID ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ ആ 33 ചോദ്യങ്ങൾക്ക് അവർ നൽകിയ മറുപടികൾ വെരിഫൈ ചെയ്യുകയും ചെയ്യും. അതിലൂടെ അവരുടെ താമസ സ്ഥലം, വീടിൻ്റെ കണ്ടീഷൻ, വീട്ടുപകരണങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വീടിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ സ്റ്റാറ്റസ് തുടങ്ങിയവയെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ വിവരം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. രണ്ടാം ഘട്ടത്തിലാണ് പോപ്പുലേഷൻ സംബന്ധിച്ച കണക്കെടുപ്പ് നടക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ രണ്ടാം ഘട്ടം, അതായത് ജൂലൈ 1 ആരംഭിക്കുന്നതിൻ്റെ അത് 2 ഘട്ടമായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് ആണ്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് വ്യക്തിപരമായ കണക്കെടുപ്പ്. അതായത് യഥാർത്ഥ വ്യക്തികളുടെ എണ്ണമെടുക്കുകയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. വ്യക്തിയുടെ പ്രായം, ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ്, ലിറ്ററസി, ജോലി, അതുപോലെ തന്നെ കുടിയേറ്റ വിവരങ്ങൾ തുടങ്ങിയവയുടെ കണക്കെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. മുൻ സെൻസസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ജാതിയുടെ കണക്കെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. അത് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഒരു തീയതിയിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ ജൂൺ 16 മുതൽ ജൂൺ 30 വരെ വ്യക്തികൾക്കുള്ള ഒരു സെൽഫ് എന്യൂമറേഷൻ ഘട്ടം. അത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് 2 ഘട്ടങ്ങൾ. അതിൽ ആദ്യ ഘട്ടത്തിൽ ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ നടക്കുന്ന ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ്. അത് കഴിഞ്ഞാൽ ഫെബ്രുവരി മുതൽ ജാതി സെൻസസ് ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൽ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ ഈ ജനസംഖ്യാ കണക്കെടുപ്പ് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ്. വെറുതെ ആളുകളുടെ എണ്ണം എടുക്കുക എന്നത് മാത്രമല്ലല്ലോ സെൻസസിൻ്റെ ഉദ്ദേശം. ജനങ്ങളുടെ സാമൂഹ്യ ജീവിതാവസ്ഥകളെ സൂക്ഷ്മമായി അപഗ്രഥിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമുള്ള ഒരു വലിയ ഉദ്യമമാണ് സെൻസസ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും, ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും വലിയൊരു പങ്കാണ് സെൻസസുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാനുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് വെറും ജോലിയുടെ ഭാഗം എന്നതിനേക്കാൾ ഒരു വലിയ പ്രക്രിയയിൽ പങ്കെടുക്കാൻ കിട്ടുന്ന ഒരു അസുലഭ അവസരമായി തന്നെ സെൻസസ് ഡ്യൂട്ടിയെ കാണാൻ കഴിയണം എന്ന് മാത്രമാണ് വർക്കിംഗ് ക്ലാസ്സിന് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് ശരിയായ പരിശീലനമൊക്കെ ലഭിക്കും. എങ്കിലും വർക്കിംഗ് ക്ലാസ്സിന് ലഭിക്കുന്ന അറിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള ശ്രമവും നടക്കും. വർക്കിംഗ് ക്ലാസ്സിൻ്റെ പല വീഡിയോകളും ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരാനുണ്ട്. അപ്പോൾ ആ വീഡിയോകളെല്ലാം യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വർക്കിംഗ് ക്ലാസ്സിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഒന്ന് അമർത്തി നിങ്ങൾക്ക് യഥാസമയം ആ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ ഈ വീഡിയോ പരമാവധി ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഇതിനെ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു.